BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ചോദ്യം 2023 കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫോളോയിങ് 4 പോയിന്റുകൾ ABCD ചോദിച്ചിരിക്കുന്നു. ഓരോ പോയിന്റിന് 5 മാർക്ക് വീതം, അങ്ങനെ 20 മാർക്ക്. ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്ന പ്ലാൻ. അതിൽ ഒന്നാമത്തേത് ഗ്രാഫിക്കൽ വെബ് ബ്രൗസറും നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസറുമാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് 36 ഉണ്ട്. ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ എന്താണ്? ഇറ്റ് അലൗസ് യൂസിങ് point and click method in view, read and jump from one page to another web page. ഒരു പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് വ്യൂ ചെയ്യാനും റീഡ് ചെയ്യാനും ജമ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ അനുവദിക്കുന്നു. അതായത് വെബ് പേജ് വ്യൂ ചെയ്യാൻ, വെബ് പേജ് റീഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് ജമ്പ് ചെയ്യാനൊക്കെ നമുക്ക് പോയിന്റ് ആൻഡ് ക്ലിക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നു ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ. ഫോർ എക്സാമ്പിൾ ഇന്റർനെറ്റ് എക്സ്പ്ലോററും ഗൂഗിൾ ക്രോമും ഒക്കെ ആണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. Google Chrome is a cross-platform web browser developed by Google. Google ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്രോസ് പ്ലാറ്റ്ഫോം വെബ് ബ്രൗസർ ആണ് Google Chrome. It was first released in 2008 for Microsoft Windows. 2008 മൈക്രോസോഫ്റ്റ് വിൻഡോസിന് വേണ്ടിയിട്ട് അത് ആദ്യം റിലീസ് ചെയ്യുന്നത്. ആൻഡ് വാസ് ലേറ്റർ പോർട്ടഡ് ടു ലിനക്സ്. പിന്നീട് ലിനക്സിലേക്ക് അത് പോർട്ട് ചെയ്യാണ് ചെയ്ത് മാകോഎസിലേക്കും iOS ആൻഡ് ആൻഡ്രോയിഡ് where it is the default browser. ഇവിടെയൊക്കെ അത് ഡിഫോൾട്ട് ബ്രൗസർ ആയിട്ട് ഉപയോഗിക്കുന്നു. ബിൽറ്റ് ഇൻ ടു ദ OS. ഇനി OSൽ തന്നെ അത് ബിൽറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇറ്റ് വാസ് ഫസ്റ്റ് റിലീസ്ഡ് ഇൻ 2008 ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന് വേണ്ടിയിട്ട് ആദ്യമായി റിലീസ് ചെയ്തു. പിന്നീട് ലിനക്സിലും മാകോഎസിലും iOSലും ആൻഡ്രോയിഡിലുമൊക്കെ അത് ഡിഫോൾട്ട് ബ്രൗസറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫിക്കൽ വെബ് ബ്രൗസറുകളായിട്ടുള്ള ഗൂഗിൾ ക്രോമിന്റെ കാര്യമാണ് പറയുന്നത്. അതൊരു ക്രോസ് പ്ലാറ്റ്ഫോം വെബ് ബ്രൗസറാണ്. ഗൂഗിൾ ആണ് അത് ഡെവലപ്പ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയേണ്ടത്. അടുത്തത് നോൺ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ. ഗ്രാഫിക്കൽ ആയ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ള വെബ് ബ്രൗസറിനെ കുറിച്ചാണ് ഇതിന്റെ അർത്ഥം. ഇൻ ക്യാരക്ടർ ബേസ്ഡ് മെത്തേഡ് it doesn't allow the same method as allowed by the graphical web browser. Point and click method ആണ് ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ അനുവദിക്കുന്ന രീതി, അതിവിടെ അനുവദിക്കുന്നില്ല. ഫോർ വ്യൂ, റീഡ് ആൻഡ് നാവിഗേറ്റ് ഫ്രം വൺ പേജ് ടു അനദർ. ഒരു വെബ് പേജ് റീഡ് ചെയ്യാനും വ്യൂ ചെയ്യാനും അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് നാവിഗേറ്റ് ചെയ്യാനും പഴയ ഗ്രാഫിക്കൽ വെബ് ബ്രൗസർ നേരത്തെ പറഞ്ഞ മെത്തേഡ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നോൺ ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഇവിടെ a keyboard is used instead of mouse. മൗസിന് പകരം കീബോർഡ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് അലൗസ് യൂസർ ടു ഹൈലൈറ്റ് ദ വേർഡ് ബൈ യൂസിങ് ആരോ അപ്പ് ആൻഡ് ഡൗൺ കീസ്. ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആരോ കീയും അപ്പ് ആൻഡ് ഡൗൺ കീയും ഉപയോഗിക്കുന്നു. അതായത് അപ്പ് ആരോ, ഡൗൺ ആരോ എന്നിങ്ങനെയുള്ള ആരോസ്. ആൻഡ് ദെൻ പ്രസ് ദ എൻ്റർ കീ. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നതും മറ്റുമൊക്കെ. ഇതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം ഫയൽ സ്റ്റോറേജിനെ കുറിച്ചും ഫയൽ സിങ്ക്രണൈസേഷനെ കുറിച്ചുമാണ്. ഇത് അതേ ടെക്സ്റ്റ് ബുക്കിൽ അതേ തൊട്ടപ്പുറത്തെ പേജ് 37 പറയുന്നു. എന്താണ് ഫയൽ സ്റ്റോറേജ്, ഫയൽ സിങ്ക്രണൈസേഷൻ? ഫയൽ സ്റ്റോറേജ് ഇസ് ഓൾസോ കോൾഡ് ഫയൽ ലെവൽ ഓർ ഫയൽ ബേസ്ഡ് സ്റ്റോറേജ്. ഫയൽ ലെവൽ സ്റ്റോറേജ് എന്നോ ഫയൽ ബേസ്ഡ് സ്റ്റോറേജ് എന്നോ ഒക്കെ പറയാം ഈ ഫയൽ സ്റ്റോറേജിനെ. എന്തായാലും ഇറ്റ് സ്റ്റോർസ് ഡാറ്റ ഇൻ എ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. ഏറ്റവും മുകളിലെ അതിന്റെ അതിന്റെ കീഴിൽ വരുന്ന ഫയലുകൾ, അങ്ങനെ രീതിയിലാണ് ഏറ്റവും ടോപ്പ് ഫയലുകൾ, അതിന്റെ സബ് ഫയലുകൾ, അങ്ങനെയാണ് അത് ആ ഹൈറാർക്കിക്കൽ തട്ടുതട്ടായിട്ടുള്ള ക്രമീകരണ രീതിയിലാണ് ഫയലുകൾ സംഭരിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആക്സസ്ഡ് ഇൻ ഡിഫറെന്റ് വേസ് ലൈക്ക് ദ യുണിക്സ് ഓർ ലിനക്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം. NFS അഥവാ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം അനുസരിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. യുണിക്സോ ലിനക്സോ ഓരോന്നും ഓരോ വ്യത്യസ്തമായ രീതിയിലാണ് ഫയൽ ആക്സസ് ചെയ്യുന്ന രീതി. ആൻഡ് സെർവർ മെസ്സേജ് ബ്ലോക്ക് SMB എന്ന് പറയുന്ന വേറൊരു പ്രോട്ടോകോൾ ഉപയോഗിച്ച് ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഫയൽ സ്റ്റോർ ചെയ്യുന്നത്, SMB. ഇനി ഫയൽ സിങ്ക്രണൈസേഷൻ is a method of keeping files up to date that are stored in several different physical locations. പല വ്യത്യസ്തമായ ഫിസിക്കൽ ലൊക്കേഷനുകളിൽ ഫയൽ സ്റ്റോർ ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് ഫയൽ സിങ്ക്രണൈസേഷൻ ഉപയോഗിക്കുന്നത്. സിങ്ക്രണൈസേഷൻ ക്യാൻ ബി
ഫയൽ സിങ്ക്രണൈസേഷൻ രണ്ട് തരത്തിലുണ്ട്, 2 വേ ഓർ 1 വേ. ഒന്നല്ലെങ്കിൽ രണ്ട് പക്ഷത്തേക്കുമുള്ള ഫയൽ സിങ്ക്രണൈസേഷൻ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ 1 വേ അഥവാ ഒരു പക്ഷത്തേക്ക് മാത്രമുള്ള ഫയൽ സിങ്ക്രണൈസേഷൻ മെത്തേഡ് ഉണ്ട്. സോ 2 വേ ഫയൽ സിങ്ക്രണൈസേഷൻ മെത്തേഡ് പറയുന്ന അനുസരിച്ച് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബൈഡയറക്ഷണൽ synchronization or both directional synchronization method എന്നൊക്കെ പറയാം ഈ 2 way synchronization മെത്തേഡിനെ. This process of synchronization copies files in both directions to reconcile the changes as required. Files are expected to change in both locations. രണ്ട് ലൊക്കേഷനിലും ഫയലുകൾ ചേഞ്ച് ആവുന്നു. The two locations are considered alike. രണ്ട് ലൊക്കേഷനുകളെയും ഇത് ഒരുപോലെയാണ് പരിഗണിക്കുക. For example, if a file is newer in location X, it will be copied to location Y. ഒരു ഫയല് ലൊക്കേഷൻ എക്സില പുതിയതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ലൊക്കേഷൻ വൈയിലേക്ക് കോപ്പി ചെയ്യപ്പെടും. ബട്ട് ഇഫ് എ ഫയൽ ഈസ് ന്യൂവർ ഇൻ ലൊക്കേഷൻ വൈ, ഇറ്റ് വിൽ ബി കോപ്പിഡ് ടു ലൊക്കേഷൻ എക്സ്. അതേസമയം ഒരു ഫയല് ലൊക്കേഷൻ വൈയിലാണ് ന്യൂവർ ആയിട്ടുള്ളതെങ്കിൽ അത് ലൊക്കേഷൻ എക്സിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്യപ്പെടുന്ന രീതിയാണ്. സിമിലർലി ഇഫ് എ ഫയൽ ഈസ് ഡിലീറ്റഡ് ഫ്രം എ ലൊക്കേഷൻ എക്സ്, ലൊക്കേഷൻ എക്സിൽ നിന്ന് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഡിലീറ്റഡ് ഫ്രം ലൊക്കേഷൻ വൈ, അത് ലൊക്കേഷൻ വൈ നിന്നും പോകും, തിരിച്ച് സംഭവിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് 2 വേ സിങ്ക്രണൈസേഷൻ ഫയൽ സ്റ്റോറിംഗ് എന്ന് പറയുന്നത്. ബൈ ഡയറക്ഷണൽ സിങ്ക്രണൈസേഷൻ ആണ് നടക്കുന്നത്. എന്നാൽ ഒരു ഡയറക്ഷനിൽ മാത്രം സിങ്ക്രണൈസേഷൻ നടക്കുന്ന രീതിയുമുണ്ട്. 1 ഡയറക്ഷണൽ സിങ്ക്രണൈസേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഫയൽ മിററിംഗ് ഓർ ഫയൽ റെപ്ലിക്കേഷൻ, ഫയൽ ബാക്കപ്പ് ഇങ്ങനെയൊക്കെ പറയാം. എന്തായാലും അണ്ടർ ദിസ് files are expected to change in one location only. ഒരു ലൊക്കേഷൻ മാത്രം ഫയലുകൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. To reconcile the changes, ഈ മാറ്റങ്ങളെ ക്രമീകരിക്കുവാൻ, അനുരഞ്ജനപ്പെടുത്തുവാൻ, the synchronization process copies files only in one direction. ഒരു ഡയറക്ഷൻ മാത്രമാണ് സിങ്ക്രണൈസേഷൻ പ്രോസസ്സ് ഫയലുകളെ കോപ്പി ചെയ്യുള്ളൂ. The two locations are not considered equivalent. രണ്ട് ലൊക്കേഷനും ഈക്വലന്റ് ആയിട്ട് തുല്യ പരിഗണന നൽകില്ല. One location is considered as the source. ഒരെണ്ണം ഫയലുകൾ നമ്മൾ എടുക്കുന്ന ഉറവിടം സോഴ്സ് ആയിട്ടും, ആൻഡ് അതർ ഈസ് കൺസിഡർഡ് ആസ് എ ടാർഗറ്റ്. ആ ടാർഗറ്റിലേക്കാണ് നമ്മൾ ചെയ്യുന്ന ഫയലുകൾ കോപ്പി ചെയ്യപ്പെടേണ്ട സ്ഥലം. അങ്ങനെയാണ് അത് പരിഗണിക്കുക. ഫയൽസ് ആർ പബ്ലിഷ്ഡ് ഫ്രം സോഴ്സ് ടു ദ ടാർഗറ്റ്. ഫയലുകൾ പബ്ലിഷ് ചെയ്യുന്നത് സോഴ്സിൽ നിന്ന് ടാർഗറ്റിലേക്ക് എന്ന രീതിയിലായിരിക്കും. ദിസ് ഈസ് വെരി യൂസ്ഫുൾ ആൻഡ് ഇഫക്റ്റീവ് ഫോർ ബാക്കപ്പ് പർപ്പസസ് സിൻസ് ഓൺലി ചേഞ്ച്ഡ് ഓർ ന്യൂ ഫയൽസ് ആർ കോപ്പിഡ്. ഇത് ബാക്കപ്പിന് നല്ലതാണ്, കാരണം നേരത്തെ ചേഞ്ച് ചെയ്ത ഫയൽസ് പിന്നെ കോപ്പി ചെയ്യില്ല എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഫയൽ ഇസ് ന്യൂവർ ഇൻ ലൊക്കേഷൻ എക്സ്, ഇറ്റ് വിൽ ബി കോപ്പിഡ് ടു ലൊക്കേഷൻ വൈ. ഒരു ഫയൽ ലൊക്കേഷൻ എക്സിൽ പുതിയതാണെങ്കിൽ ലൊക്കേഷൻ വൈയിലേക്ക് അത് കോപ്പി ചെയ്യപ്പെടും. ബട്ട് ഇഫ് എ ഫയൽ ഈസ് ന്യൂവർ ഇൻ ലൊക്കേഷൻ വൈ, ഒരു ഫയൽ ലൊക്കേഷൻ വൈയിൽ ന്യൂവർ ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി കോപ്പിഡ് ടു ലൊക്കേഷൻ എക്സ്, അതൊരിക്കലും ലൊക്കേഷൻ എക്സിലേക്ക് കോപ്പി ചെയ്യപ്പെടില്ല. സിമിലർലി അതുപോലെ തന്നെ if a file is deleted from location X, it will be deleted from location Y. ലൊക്കേഷൻ എക്സിൽ നിന്ന് ഒരു ഫയല് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൊക്കേഷൻ വൈയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. പക്ഷേ ഫയൽ ഡിലീറ്റഡ് ഇൻ ലൊക്കേഷൻ വൈ, പക്ഷെ ലൊക്കേഷൻ വൈ നിന്ന് ഡിലീറ്റ് ചെയ്താലോ ഈസ് റീസ്റ്റോർഡ് യൂസിങ് ദ ഫയൽ ഇൻ ലൊക്കേഷൻ എക്സ്. ലൊക്കേഷൻ എക്സിലെ ഫയൽ ഉപയോഗിച്ച് അത് റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇതാണ് ഫയൽ സ്റ്റോറേജും ഫയൽ സിൻക്രണൈസേഷനും തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും ഇതിപ്പോൾ എത്ര അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല, ചുരുക്കി പറഞ്ഞാൽ മതി. കാരണം ഇവിടെ നമുക്ക് ഒരു ചെറിയ ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത്, ഒരു വലിയ സൈഡ് അല്ല. 10 മാർക്കിന്റെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. വേറെ B2Bയും B2Cയും എന്താണെന്നുള്ളതാണ്. B2B എന്താണെന്ന് നോക്കാം. B2B ആൻഡ് B2C ആർ 2 അക്രോണിംസ്, 2 ചുരുക്കപ്പേരുകളാണ്. അക്രോണിംസ് ആണ് ദാറ്റ് ഗെറ്റ് ത്രോൺ അറൗണ്ട് റെഗുലർലി. നമ്മൾ നിത്യേന എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതാണ്. B2B സ്റ്റാൻഡ്സ് ഫോർ ബിസിനസ് ടു ബിസിനസ്. ഒരു ബിസിനസ്സുകാരൻ വേറൊരു ബിസിനസ്സുകാരനായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള ഇടപാടിനെ സൂചിപ്പിക്കാനാണ് B2B. ഇന്റർനെറ്റിലൂടെ, കമ്പ്യൂട്ടറിലൂടെ, നെറ്റ്വർക്കിലൂടെ കണക്റ്റഡ് ആവുന്നതിനെയാണ് B2B ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. റെഫറിംഗ് ടു ട്രാൻസാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് പേഴ്സൺസ് ടുഗദർ ഈച്ച് അതർ, വൺ ബിസിനസ് ആൻഡ് അതർ. ഒരു ബിസിനസ്സും മറ്റൊരു ബിസിനസ്സും തമ്മിലുള്ള ബന്ധം. B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കൺസ്യൂമർ ആൻഡ് പെർട്ടൈൻ ടു ട്രാൻസാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ആസ് ആൻ എൻഡ് കൺസ്യൂമർ. ഒരു എൻഡ് യൂസർ, ഒരു എൻഡ് കൺസ്യൂമർ, അയാളും ബിസിനസ് സ്ഥാപനവുമായിട്ടുള്ള ഇടപാട്, അതിനെയാണെന്ന് പറയുന്നത് B2C കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു ചോദ്യം കൂടി അതിൻ്റെ കൂടെ ബാക്കിയുണ്ട്. ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റവും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് BOS എന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തമ്മിൽ വ്യത്യാസമുണ്ട്. ആർ 2 types of operating systems with different purposes. രണ്ടിന്റെയും പർപ്പസ് വേറെയാണ്, ആൻഡ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്?
These systems are used to process jobs in batches. ഓരോ വർക്കും ഒരു ബാച്ച് ആയിട്ടാണ് തിരിക്കുന്നത്. വേർ ജോബ്സ് ഓഫ് ദ സെയിം ആർ ഗ്രൂപ്ഡ് ടുഗദർ. ഒരേ ഇനം ജോബുകളെയൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പ് ആക്കും. ആൻഡ് എക്സിക്യൂട്ടഡ് ആസ് എ ഗ്രൂപ്പ്. എന്നിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യും. ബാച്ച് സിസ്റ്റംസ് ആർ ഓഫൺ യൂസ്ഡ് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിങ്ങിന് ബാച്ച് സിസ്റ്റം ആണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ആൻഡ് സയന്റിഫിക് കമ്പ്യൂട്ടേഷൻസ്. സയന്റിഫിക് കമ്പ്യൂട്ടേഷനിലും ചിലപ്പോൾ ഈ ബാച്ച് സിസ്റ്റം ഉപയോഗിക്കും. വേർ ടാസ്ക് ആർ നോട്ട് ഇമീഡിയറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ ഇൻപുട്ട്. നമ്മൾ എന്ത് ഇൻപുട്ട് ഇട്ട് കൊടുത്താലും അതിനുടനെ ഔട്ട്പുട്ട് ആക്കുകയല്ല, അത് വെയിറ്റ് ചെയ്യും. Some key features of a batch operating systems include ആ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ചില സവിശേഷതകൾ താഴെ പറയുന്നു. ഒന്ന്, ഓട്ടോമേറ്റഡ്. ബാച്ച് സിസ്റ്റംസ് ആർ ഓട്ടോമേറ്റഡ് ആൻഡ് ഡോണ്ട് റിക്വയർ യൂസർ ഇന്ററാക്ഷൻ. ബാച്ച് സിസ്റ്റംസ് ഓട്ടോമേറ്റഡ് ആണ്, അതുകൊണ്ട് യൂസറുടെ ഇന്ററാക്ഷൻ ആവശ്യമില്ല. രണ്ട്, ഷെഡ്യൂളിംഗ്. ബാച്ച് സിസ്റ്റംസ് യൂസ് ഷെഡ്യൂളിംഗ് ടു മാനേജ് ജോബ്സ്. ജോബിനെ മാനേജ് ചെയ്യാൻ അതിനെ സമയപട്ടിക മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കും. അതാണ് ബാച്ച് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. പ്രോസസ്സിംഗ് ദം ഇൻ ദ ഓർഡർ ദേ ആർ റിസീവ്ഡ്. ആദ്യം കിട്ടിയതിന് ആദ്യം പ്രോസസ് ചെയ്യും, രണ്ടാമത് കിട്ടിയതിന് രണ്ടാമത് പ്രോസസ് ചെയ്യും എന്നത് ആ ക്രമം തെറ്റിക്കില്ല. ഇനി റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ രണ്ടാമത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ തന്നെ മറ്റൊന്നാണ് RTO അഥവാ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദീസ് സിസ്റ്റംസ് ആർ ഡിസൈൻഡ് ടു ഹാൻഡിൽ ടാസ്ക് ദാറ്റ് നീഡ് ടു ബി കംപ്ലീറ്റഡ് ക്വിക്കലി. അതിവേഗത്തിൽ ആൻഡ് ഓൺ ടൈം, സമയത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് RTO എന്ന സംവിധാനം, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ക്രമീകരിക്കുന്നത്. ആൻഡ് ദീസ് ആർ യൂസ്ഡ് ഇൻ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആൻഡ് ഫോർ ഡിവൈസസ് ലൈക്ക് മൈക്രോ കൺട്രോളേഴ്സ് ദാറ്റ് ആർ ടൈമിംഗ് സ്പെസിഫിക്. മൈക്രോ കൺട്രോളർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിയന്ത്രിക്കുന്നത്, അത് ടൈമിംഗ് സ്പെസിഫിക് ആണ്. സം കീ ഫീച്ചേഴ്സ് ഓഫ് RTOs ഇൻക്ലൂഡ്. RTOയുടെ ചില കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് ഡിറ്റർമിനിസം. പ്രവചന സ്വഭാവ സാധ്യതയും ഡിറ്റർമിനിസവും ഉണ്ട്. RTOs പെർഫോം റിപ്പീറ്റഡ് ടാസ്ക് വിത്തിൻ എ ടൈറ്റ് ടൈം ബൗണ്ടറി. ഒരു ടൈറ്റ് ആയിട്ടുള്ള ടൈം ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളാണ് RTOകൾ ചെയ്യുന്നത്. അടുത്ത, റാപ്പിഡ് ടാസ്ക് സ്വിച്ചിങ്. അതിവേഗത്തിലുള്ള ടാസ്ക് സ്വിച്ചിങ് ആണ് മറ്റൊന്ന് സാധ്യമാകുക. RTOs റാപ്പിഡ്ലി സ്വിച്ച് ബിറ്റ്വീൻ ടാസ്ക്. ഒരു ടാസ്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാസ്കിലേക്ക് എന്ത് ചെയ്യുന്നു, അതാണ് RTOs എന്ന് പറയുന്നത്, അല്ലെ? സ്വിച്ച് ചെയ്യും ബിറ്റ്വീൻ ടാസ്ക്, ഗിവിംഗ് ദ ഇംപ്രഷൻ ദാറ്റ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആർ ബീയിങ് എക്സിക്യൂട്ടഡ് അറ്റ് ദ സെയിം ടൈം. പെട്ടെന്ന് നമുക്ക് തോന്നും ഇത് ഒരേ സമയം കുറെ പ്രോഗ്രാംസ് എല്ലാം കൂടി എക്സിക്യൂട്ട് ചെയ്യണതാണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം.